ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലും വീഡിയോയും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഓക്കെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ആരെ റോസ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല. ബിഗ് ബോസിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ്. അതായത് കഴിഞ്ഞ ആഴ്ച വരെ രേണു സുധിയെ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിൻ്റെ ആ ഒരു പ്രതിഷേധത്തിലായിരുന്നു. അപ്പോൾ അക്ബർ കഴിവിൻ്റെ പരമാവധി ലാലേട്ടൻ പറഞ്ഞതുകൊണ്ട് ഈ ഒരാഴ്ച സമയം കൊണ്ട് നല്ല പിള്ള എന്ന സർട്ടിഫിക്കറ്റ് രേണുവിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അക്ബറിൻ്റെ 18 അടവും പയറ്റി നോക്കി. പാട്ട് പാടി കൊടുക്കുന്നു, ചപ്പാത്തിക്കകത്ത് ലവ്ചിഹ്നം ഉണ്ടാക്കി കൊടുക്കുന്നു, പിന്നെ നോമിനേഷൻ വരുമ്പോൾ എൻ്റെ തല പോയാലും രേണുവിൻ്റെ പേര് ഞാൻ പറയത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ എന്തെല്ലാം ചെയ്തിട്ടും രേണു അത് ക്ഷമിച്ചിട്ടില്ല, മാപ്പ് കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അത് മാപ്പ് കൊടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് സ്ക്രൂ കയറ്റാനും പിരിക്കാനും വേറെ ആൾക്കാരും, ഞാനായിരുന്നെങ്കിൽ മാപ്പ് കൊടുക്കത്തില്ലായിരുന്നു, അങ്ങനെ കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പിരി കയറ്റാനും വേറെ ആൾക്കാർ. അപ്പം ഈ രേണുവിനുള്ള ചെറിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്നത് കേൾക്കും. സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് ഉറച്ച് നിന്നാൽ മാത്രമേ ബിഗ് ബോസിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. പിന്നെ ആദ്യം ഈ അപ്പാനി ശരത്തും അക്ബറും കൂടി രേണു സുധിയെ കുറേ കുറ്റം പറഞ്ഞു. കാരണം ഈ നോമിനേഷൻ തുടക്കത്തിലുള്ള ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ ഈ കാണുന്ന എല്ലാ ചാനലിലും എല്ലാവരും പറഞ്ഞ രേണു 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 ആ പേര് തന്നെ ആയിരുന്നു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഫുള്ളും. എൻ്റെ പേരിനേക്കാൾ കൂടുതൽ എന്നായിരുന്നു അന്ന് അപ്പാനി ശരത്ത് പറഞ്ഞിരുന്നത്. അപ്പം എന്ത് യോഗ്യതയുണ്ട് രേണുവിന് ബിഗ് ബോസിൽ വരാനായിട്ട്? എന്ത് അർഹത ഉണ്ടായിട്ടാണ് രേണു സുധി അതിനകത്ത് വന്നത്? അപ്പോൾ ഈ പുറത്തുള്ള നെഗറ്റീവ്സ് മാത്രമേ കേട്ടിട്ടുള്ളൂ, രേണു സുധി നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതെല്ലാം കേട്ടറിഞ്ഞിട്ടാണ് ഇവർ ഇതിനകത്ത് വന്നിരുന്നുകൊണ്ട് ഈ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ പാർട്ട് ഞാൻ ഇവിടെ കൊടുക്കാം. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ ആളാണ് രേണു. കാരണം രേണുവിന് എന്തിനിവിടെ കൊണ്ടുവന്ന് രേണുവിന് ഇവിടെ രേണു ബിഗ് ബോസിലേക്കുള്ള നോമിനേഷൻ വന്നപ്പോൾ രേണു 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 ബിഗ് ബോസിലേക്ക് രേണു ബിഗ് ബോസിൽ എന്റെ പേരിനെ കാട്ടി അപ്പനിഷൻ ബിഗ് ബോസിലേക്ക് എന്നുള്ളൊരു അപ്പുറത്തേക്ക്. അപ്പോൾ ഈ ആഴ്ച ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലാലേട്ടൻ പറഞ്ഞ് ക്ഷമിക്കാനുള്ള മനസ്സാണ് മനുഷ്യന്റെ ഏറ്റവും വലുത്. കാരണം ഒരാൾ മാപ്പ് പറയുമ്പോൾ മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ് വലിയ മനസ്സെന്ന്. അപ്പം എന്താ രേണു ഇതിന് മുന്നേ കൊടുത്തേനെ, മാപ്പ് കൊടുത്തേനെ, പറഞ്ഞല്ലേ സ്ക്രൂ കയറ്റാനൊക്കെ കൂടെ ആളുള്ളത് കൊണ്ട് അവൾ ഒന്ന് പിടിച്ചു നിന്ന് കൊടുക്കാതെ ആ ഒരു സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു കണ്ടന്റിൽ പിടിച്ചു നിന്ന്. അപ്പം അവസാനം അവൾ മനസ്സാലെ ഞാൻ ലാലേട്ടന് മുമ്പ് വെച്ച് ഞാൻ അക്ബറിന് മാപ്പ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് മാപ്പ് കൊടുത്തു. പിന്നെ അവിടെ ഭയങ്കരമായിട്ട് ഇരട്ടത്താപ്പും കൊതി ഞൊണ കുശുമ്പ് ഇതിൻ്റെ അയ്യരുകൾ നടക്കുന്നത് ശൈത്യ. കട്ടപ്പയുടെ സ്വന്തം അനിയത്തിയാണെന്ന് തോന്നും ശൈത്യയുടെ പെരുമാറ്റവും പ്രവൃത്തികളും കണ്ട. ശൈത്യ വിചാരിക്കുന്നത് അവൾ അവിടെ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നൊന്നും ബാക്കിയുള്ളവർ കാണുന്നില്ലെന്നാണ്. നമ്മളൊക്കെ പൂച്ചകളാണല്ലോ കണ്ണു അടച്ചുകൊണ്ട് പാല് കുടിക്കാനായിട്ട്. അപ്പം ശൈത്യമാണ് അവിടെ ഏറ്റവും വലിയ ഞൊണച്ചിക്കാരിയായിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ അനുമോളും അപ്പാനി ശരത്തും ഒക്കെ ആയിട്ട് ഭയങ്കര ഫയറിങ് ആയിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ, ഭയങ്കര ഫയറിങ്. അപ്പോൾ അനുവിൻ്റെ വായിന്ന് അറിയാതല്ല അനുവിൻ്റെ വായിന്ന് ഒരു വാക്ക് വീണ്, നിങ്ങൾ ഒരുത്തം കാരണം ഇതിനകത്തുനിന്നൊരു പെണ്ണ് പുറത്തു പോയെന്ന്. അപ്പോൾ ആ പുറത്തു പോയിരിക്കുന്ന ബിൻസിയാണേ, വേറെ ആരും പോയിട്ടില്ലേ പെണ്ണായിട്ട്. അപ്പോൾ ആദ്യം കയറി പിടിച്ച് അക്ബർ ഭയങ്കരമായിട്ട് റേസായി. അപ്പാനി ശരത്ത് അടിച്ചിപ്പോൾ നിലത്തിടുന്നുള്ള രീതിയിൽ അനുവിൻ്റെ അടുത്തോട്ട് അങ്ങ് ഫയർ ചെയ്ത് ചെന്നു. അവസാനം ഷാനവാസിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ കളി മാറി. ഷാനവാസ് പറഞ്ഞു, നീ കൂടുതൽ സംസാരിക്കരുത്, ഇവിടെ ഇരിപ്പുണ്ട് എനിക്കല്ല. പിന്നെ ഞാനൊന്നും പറയാത്തത് എന്താണെന്ന് അറിയാം, എൻ്റെ വീട്ടിലൊരു പെങ്ങളിരിപ്പുണ്ട്, ആ പെങ്ങളെ ഓർത്തിട്ടാണ് എന്ന് വെച്ചാൽ അപ്പാനി ശരത്തിൻ്റെ വൈഫിനെ ഓർത്തിട്ടാണ് ഒന്നും പറയാത്തതെന്ന്. ഈ ഒരു വാക്ക് കേട്ടതോടുകൂടി അപ്പാനി ശരത് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങ് തറ പറ്റി. പിന്നെ എല്ലാവരുടെ അടുത്തും സോറി പറച്ചിലായി, അങ്ങ് സോഫ്റ്റ്നെസ് ആയി, എല്ലാം ആയി, ആളങ്ങ് ഭയങ്കര ഡൗൺ ആയി. അപ്പം ഞാൻ പറയുന്നത് ഈ 24/7 ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഇപ്പം ഈ ബിൻസി ആയിട്ടുള്ള ഒരു മിംഗ്ലിങ്ങോ മറ്റുള്ള ഒരു വീഡിയോസോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മളില്ലാത്ത കാര്യം പറയാൻ പാടില്ല, കണ്ടിട്ടില്ല. പക്ഷേ ഇന്നത്തെ ലൈവിൽ അവിടെ അനുമോളും നമ്മുടെ ദിയയും തമ്മിലുള്ള ഒരു സംസാരം നടക്കുന്നുണ്ട്. അവൾ പറഞ്ഞ് 2 വർഷത്തിന് മുന്നേ നിന്നെ ഞാൻ കണ്ടിരുന്നെങ്കിൽ നീ എൻ്റെ വീട്ടിലിരുന്നേനെ എന്ന് ബെൻസി എടുത്ത് അപ്പാനി ശരത്ത് പറഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ്റെ മനസ്സിൽ അവളോടൊരു ക്രഷ് ഉണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ എന്തായാലും ആ വിഷയം നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അവൾ ഔട്ടായി, അയാൾ അകത്തും കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണ്ട. ഈ സംസാരങ്ങളും ബഹളം കൂടെ എല്ലാം കഴിഞ്ഞ് വീണ്ടും അക്ബറും അപ്പാനി ശരത്തും കൂടെ ഓരോരുത്ത് കൂടിയിരുന്നിട്ട് സംസാരിക്കുന്ന നമ്മളൊക്കെ കരുതിയിരുന്നത് രേണു മഹാമോശമാണെന്നാണ്. ഓക്കെ, എന്തുമാത്രം നല്ല മനസ്സിനുടമയാണ് രേണു, നല്ല അന്തസ്സുള്ള ഒരു പെണ്ണാണ് രേണു എന്ന്.
ആ ഭാഗമുണ്ട്. അവളെ അവൾക്ക് എന്ത് യോഗ്യത, എന്ത് അർഹത, ഈ രേണുവിന് എന്ത് ഇതിനകത്തോട്ട് കയറ്റിയൊക്കെ എന്ത് യോഗ്യത അർഹതയുണ്ടെന്ന് ചോദിച്ചാൽ അതേ നാവ് കൊണ്ട് തന്നെ മാറ്റി പറയിപ്പിക്കാനുള്ള ഒരു അവസരം ദൈവം അവിടെ ഉണ്ടാക്കി കൊടുത്തു. അതാണ് പറയുന്നത്, നമ്മൾ നമ്മളായിട്ടിരുന്നാൽ മാത്രം മതി. നമ്മൾ ചെയ്യുന്നതിൻ്റെ കർമ്മഫലം നമ്മളിൽ തന്നെ വന്ന് എത്തുക തന്നെ ചെയ്യും, അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും. അപ്പോൾ അവരുടെ സംസാരം ഞാൻ ഈ ചെറിയൊരു പാട്ടിൽ നിന്ന് ഇവിടെ ഇട്ടില്ല, ഒന്ന് കണ്ടുപോകും. അനുമോളൊക്കെ വെച്ച് നോക്കുമ്പോൾ രേണുക്കെ എത്ര ക്വാളിറ്റിയുള്ള പിന്നെ സത്യമായിട്ട് നീ പറഞ്ഞു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രേണു ചേച്ചിക്ക് എന്ത് അടിപൊളി, വളരെ സ്റ്റാൻഡേർഡ് ഗെയിമർ. ഇവരൊക്കെ ഇനി ഒറ്റ ഗാങ്ങാവൂലോടാ? ആവും, ആയില്ലോ, ആവൊന്നുമില്ല, ആയി. നീ കേട്ടല്ലോ. പിന്നെ നമ്മുടെ ശാരികയും കലാഭവൻ സരികയും തമ്മിൽ ഒരു ചെറിയൊരു ഉടക്ക് നടന്നു. അതായത് ഹോട്ട് സീറ്റിൽ ഈ ശാരിക ഇരുന്നിട്ട് കലാഭവൻ സരിക ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഹോട്ട് സീറ്റിൽ വന്നാൽ എങ്ങനെ ആയിരിക്കും എൻ്റെ ചോദ്യം, അത് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരൊരു ചെറിയൊരു ഡ്രാമ അവിടെ കളിച്ച്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ശാരികയുടെ വർത്തമാനം അറിയാമല്ലേ, കൈയില്ലാത്തവനും കൈ പൊക്കിയെടുത്ത് വെച്ചിട്ട് അടിക്കുന്ന ഒരു ചോദ്യങ്ങളും സംസാരമാണ് ശാരികയ്ക്കുള്ളത്. അപ്പം ഇവരിരുന്നുകൊണ്ട് പറഞ്ഞ് നീ ബിഗ് ബോസിൽ പോയിട്ട് ആണുങ്ങളുടെ കൂടെ കിടന്ന്, അവർ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഈ മിംഗ്ലിംഗ് എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്, അവർ നെഗറ്റീവായിട്ടല്ല ഉദ്ദേശിച്ചത്. അത് പറഞ്ഞിട്ട് പിന്നെ ഈ ശാരീരിക വടി വെച്ച് വശ്യമായിട്ട് എല്ലാം നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഒന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് പോയി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് നിലവിളിയും കരച്ചിലും ബഹളവും. പുറത്ത് കാണുന്നവരെന്തോ വിചാരിക്കും, പുറത്ത് കാണുന്നവർ വിചാരിക്കാനൊന്നുമില്ല, നീ ഇരട്ടത്താപ്പുകാരിയാണ്, അവിടെ ഇവിടെ നിൽക്കും. പുറത്തുള്ളവർക്ക് മനസ്സിലായ ക്യാരക്ടർ അതാണ്, അവിടെ ഇവിടെ നിൽക്കും, രണ്ട് സൈഡിൽ നിൽക്കും. എന്നിട്ട് അപ്പാനി ശരത്ത് പിന്നെ അനുമോളടുത്ത് സംസാരിക്കാൻ ഇനി ഞാൻ കോണ്ടത് നമ്മൾ കെട്ടിപ്പിടിച്ചു ഇങ്ങനെ നിന്നിട്ട് സംസാരിക്കുന്നത് ഞാൻ മിണ്ടത്തില്ല എന്നൊക്കെ അങ്ങ് പറയുന്നത്. ആ നീയും പക്ക നുണച്ചിയ, അവിടെ ഇവിടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് നീ, ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഉള്ള കാര്യങ്ങൾ പറയുന്ന. ഓക്കെ. പിന്നെ എലിമിനേഷൻ, അതായത് ഫസ്റ്റ് ക്യാപ്റ്റൻസി ടാസ്ക്, അതിൽ 3 പേരെയാണ് നോമിനേറ്റ് ചെയ്തത്. 1 അഭി, 2 ആര്യൻ, 3 ജിസേലി. അപ്പോൾ ഇതിനകത്ത് ചെറിയ റേസിങ് അതായിരുന്നു, സൈക്കിൾ റേസിംഗ് ആയിരുന്നു. അതിനകത്തുനിന്ന് ആ റൗണ്ടിനകത്തുനിന്ന് ഔട്ടായി പോകുന്നൊരു ഔട്ട്. അങ്ങനെ ഈ ആര്യൻ 2 എണ്ണത്തിനെ ചവിട്ടി പുറത്ത് കളിച്ചിട്ട് ആര്യൻ ക്യാപ്റ്റനായി കഴിഞ്ഞപ്പോഴത്തേക്ക് അനു ഒരു പ്ലാൻ ഇട്ട്, നമുക്ക് കിച്ചൺ ഏറ്റെടുക്കാം, അപ്പോൾ അതിൽ ഒരാണുങ്ങളെ ഉൾപ്പെടുത്തണ്ട, നമ്മൾ ഇത്രയും പെണ്ണുങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വെച്ച്. പക്ഷേ അപ്പാനി ശരത്തും അക്ബറും പിന്നെ ആര്യനും വേറൊരു പ്ലാൻ അവിടെ ഇറക്കി. അതായത് ഭയങ്കരമായിട്ടൊരു പ്ലാൻ, ഈ അനുവിനെ ഒന്ന് കുടയാൻ, അനുവിനെ ഒന്ന് കിട്ടണം. അനു അന്ന് പറഞ്ഞ ഈ പിന്നെ ജിസീലിൻ്റെ സാരിത്തുമ്പും പിടിച്ച് നടക്കുന്ന മൊണ്ണന്മാരെന്ന് പറഞ്ഞില്ലേ, ആ ഒരു വൈരാഗ്യം തീർക്കാൻ വേണ്ടി അനുവിനെ അവരുടെ കൂടെ കിച്ചണിൽ കിട്ടണം. അപ്പം അപ്പാനി ശരത്ത് വന്നിട്ട് പറഞ്ഞ് ഞാനാവാം ക്യാപ്റ്റൻ. അങ്ങനെ അവിടെ അത് അപ്പാനി ശരത്തോടെ ക്യാപ്റ്റനാവുന്നു. ഇവരുടെ കൂടെ നിന്ന് പിന്നെ ഇതേ ഇന്ന് അവിടെ ഒരു ചീരിയുടെ ഉണ്ടല്ലോ, റെന, എൻ്റെ പൊന്നും അതിൻ്റെ സംസാരം റെന. അപ്പോൾ ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അനുവിനെ ചൊറിയാൻ വന്നു. അങ്ങനെ ചൊറിഞ്ഞ് സംസാരിച്ചപ്പോഴാണ് മറ്റേ സംസാരങ്ങൾ വന്നതും പിന്നെ അത് പിന്നെ നമ്മുടെ ഷാനവാസൊക്കെ ഏറ്റെടുത്തതും അവസാനം അത് സോറി പറഞ്ഞ് നിലം പറ്റി. ഇപ്പം അപ്പാനി ശരത്ത് മാനസമൈനേ വരൂ എന്ന അവാർഡ് പടങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നത്. അപ്പം ആ ഒരു കാര്യങ്ങൾ അത്രയും കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നോമിനേഷൻ വന്നപ്പം എല്ലാവരും നോമിനേറ്റ് ചെയ്തു. അപ്പം സരിക മാത്രം, രേണു ആക്റ്റീവ് അല്ല, എപ്പോഴും വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു, ഹെൽത്തിനൊക്കെ ഇഷ്യൂ ഉണ്ട്, ആ കൊച്ച് ഉറങ്ങുന്നുണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ രേണുവിൻ്റെ പേര് പറയുന്നു, റീസൺ പറഞ്ഞതാണ്, രേണുവിനെ പിന്നെ എലിമിനേഷൻ ലിസ്റ്റിൽ കൊണ്ടുവരാനുള്ള റീസൺ പറഞ്ഞതാണ്. പക്ഷെ അതിൽ കൂടുതലും നമ്മൾ ഇതാക്കുന്നില്ല, കാരണം പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. രേണു ഒന്ന് ആക്റ്റീവ് ആവാനുണ്ട്. രേണു സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ ഗെയിം ഒന്നും കളിക്കുന്നില്ല, ഒരു സേഫ് സോൺ പിടിച്ച് പോവുകയാണ്. അപ്പം അതിനോട് എനിക്കും ഒരു ചെറിയൊരു എതിർപ്പുണ്ട്. രേണുസുതി കളിക്കണം. രേണുസുതി ഈ പുറത്ത് പുറത്തുനിന്നുള്ള ഒരു ഇമ്പാക്റ്റ് അകത്തുള്ളവർക്ക് കിട്ടുന്നില്ല രേണുവിനെ കുറിച്ച്. പക്ഷേ ഇപ്പോൾ വേറൊരു കാരണം ഒരു സിറ്റുവേഷൻ ഇല്ല, അവർക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ല, അതാണ് ഏറ്റവും വലിയ സത്യം. അങ്ങനെ വരുമ്പോൾ രേണു കളിക്കുമായിരിക്കും എന്ന് നമുക്ക് നോക്കാം. പിന്നെ അവിടെ ചെന്നിട്ട് കപ്പും കൊണ്ടേ തിരിച്ചു വരാവൂ, കപ്പും കൊണ്ടേ വരൂ എന്ന് വാശിയൊന്നും നമ്മൾ പിടിക്കുന്നതിൽ അങ്ങനെ പറയാനും പറ്റത്തില്ല. അതിനകത്ത് ചെന്ന് നിൽക്കുന്നവരുടെ അപ്പോഴത്തെ ആ മൈൻഡ് എന്താണെന്ന് അതിൽ നിൽക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ രേണുസുതി ഫേക്കല്ല, അത് 100% ഉറപ്പാണ്, നമുക്ക് അങ്ങനെ പറ്റൂ. അപ്പം എന്തായാലും ഈ പ്രാവശ്യം എലിമിനേഷനിൽ ഒരു വോട്ടേ കിട്ടിയുള്ളത് കൊണ്ട് എലിമിനേഷൻ റൗണ്ടിൽ രേണുസുതി വന്നിട്ടില്ല. ഈ ആഴ്ചയും രേണുസുതി സേഫാണ്. അപ്പോൾ സേഫാണ്. ഇനിയിപ്പോൾ വേറെ എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ടാസ്കുകളിൽ കുറച്ചുകൂടി എനർജിക്കായി രേണുസുതി കളിച്ച് പോകണം എന്ന് മാത്രമാണ് എനിക്കുള്ള റിക്വസ്റ്റ്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് നടക്കുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ഭയങ്കര തഗ്, അതൊക്കെ മിടിക്കുക കേട്ടാ. അതുകൊണ്ട് ഈ വീഡിയോ
You call me Renu Sudhi. ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ആള് ഭയങ്കര എന്തൊക്കെയാ പറയുന്ന. എന്നെ പൊന്നു തത്തമ്മ കണ്ണുമില്ലേ ഒന്നുമില്ലാത്തതിനോട് എന്നാ പറഞ്ഞു. എൻ്റെ പൊന്നു തത്തമ്മേ, കണ്ണും ഇല്ലയോ? ഞാൻ കണ്ണും ഒന്നും ഇല്ലാത്തതിൻ്റെ അടുത്തൊക്കെ എന്നാ പറയാനാ? അതൊക്കെ ഭയങ്കരമായിട്ട്, കാരണം അത് ഭയങ്കര വൈറലായില്ലേ. ഇപ്പം ആരൊക്കെ എടുത്തു വെച്ചത് റീൽ ചെയ്യുന്നത്. ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ആളൊരു പാവമാണ്. നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ആ കൊച്ചിനടുത്ത് സ്നേഹം. അവളൊരു ഫേക്കല്ല. അവൾക്ക് കാര്യസാധ്യത്തിന് വേണ്ടി അങ്ങ് ഇത് കാണിക്കാനോ അത് കാണിക്കാനോ അറിയത്തില്ല. അവളെങ്ങനെയാണ് അങ്ങനെ തന്നെ. ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു റിയാലിറ്റി ഷോയുടെ ആ ഒരു ഹൈപ്പ് ഇവൾക്ക് മനസ്സിലാവുന്നില്ല എന്തോ, എനിക്ക് മനസ്സിലാവുന്നില്ലത്. അപ്പോൾ നിൽക്കുന്നിടത്തോളം നിൽക്കട്ടെ. നമുക്ക് എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം നമുക്ക് ചെയ്യാം. ബാക്കിയെല്ലാം രേണുവിൻ്റെ കയ്യിലും ദൈവത്തിൻ്റെ കയ്യിലും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. താങ്ക് യു.